വാർത്തകൾ വിശദമായി നോക്കാം. PV അൻവറിന്റെ UDF പ്രവേശനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. അൻവറിനോടുള്ള അനിഷ്ടം പരസ്യമാക്കിയ VD സതീശനെതിരെ തുറന്നടിച്ച് K സുധാകരൻ രംഗത്തെത്തി. കോൺഗ്രസിലെ അൻവർ വിരുദ്ധരെ KC വേണുഗോപാലിനും തള്ളിപ്പറഞ്ഞു. അൻവറിനെതിരായ നിലപാടിൽ അയവില്ലാതെ തുടരുകയാണ് VD സതീശൻ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രൂക്ഷമായ ഭാഷയിലാണ് അൻവറിനെ വിമർശിച്ചത്. ഏറെക്കാലമായി കോൺഗ്രസിൽ നീറിപ്പുകഞ്ഞ ഉൾപ്പിരിവുകൾ PV അൻവർ വിഷയത്തിൽ പൊട്ടിത്തെറിയായി പരിണമിച്ചു. അൻവറിനോട് അനുഭാവപൂർവമായ നിലപാടെടുക്കുന്ന K സുധാകരൻ അൻവറിന്റെ പൂർവ്വവൈരിയായ VD സതീശനോട് തക്കം പാർത്ത് കണക്ക് തീർത്തു. അൻവറിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ നിലമ്പൂരിൽ തിരിച്ചടിയാകും. അൻവറിനെ വേണ്ടെന്ന് സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് സുധാകരൻ തുറന്നടിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. അൻവറിനെതിരെ സതീശൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പാർട്ടി നിലപാടല്ലെന്ന കടുത്ത വാക്കുകൾ കൂടി സുധാകരൻ പ്രയോഗിച്ചു. KPCC പ്രസിഡന്റായിരുന്ന കാലത്തെ അമർഷം കൂടിയാണ് സുധാകരനിലൂടെ പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്നത് ആവർത്തിക്കരുതെന്ന്. ഇന്നുച്ചയ്ക്ക് കേരളത്തിലെത്തിയ KC വേണുഗോപാലാകട്ടെ K സുധാകരന്റെ നിലപാടിനോട് ചേർന്ന് നിന്നാണ് പ്രതികരിച്ചത്. അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ആഗ്രഹം UDFൽ ആർക്കുമില്ല. പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ആദ്യ പടിയായിരുന്നു അൻവറിന്റെ രാജി. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്താഗതിയൊന്നും ആർക്കുമില്ല. അങ്ങനെയൊന്നും ആർക്കും ഇല്ല. UDFൽ ആർക്കുമില്ല. UDF പ്രവേശനത്തിൽ ഉറപ്പൊന്നും നൽകിയില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പരിശോധിക്കുമെന്ന് KC അറിയിച്ചു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് ഘട്ടം വന്നാൽ അത് വേണമെന്ന് ചിന്തിക്കുന്നവരായിട്ടാണ് അവരെല്ലാം ഞാൻ കണ്ടത്. എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ. ഇതോടെ ന്യൂസ് മലയാളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അൻവർ UDFനൊപ്പമുണ്ടാകുമെന്ന് UDF കൺവീനർ പറഞ്ഞു. വേണ്ടി വന്നാൽ അൻവറിനെ നേരിട്ട് കാണും. പക്ഷേ ചില കാര്യങ്ങൾ അൻവറിന് തിരുത്തേണ്ടി വരും. അദ്ദേഹം ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. അത് നിർബന്ധമായി ഒരു സ്ഥാനാർത്ഥിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല. VD സതീശനെ എതിർപക്ഷത്താക്കിയ അൻവറിനോട് കടുത്ത ഭാഷയിലാണ് രാവിലെ KPCC പ്രസിഡന്റ് പ്രതികരിച്ചത്. UDFൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമോ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ ചോദ്യം. UDFന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. എന്നാൽ KCയുടെ നിലപാട് പ്രഖ്യാപനത്തോടെ വൈകിട്ട് സണ്ണി ജോസഫും മയപ്പെട്ടു. ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. എല്ലാവരും പറഞ്ഞു വലിയ കാര്യം തന്നെയാണ്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ആവശ്യമായ ചർച്ചകളും പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ VD സതീശൻ ഇപ്പോഴും അയഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് പറഞ്ഞ VD സതീശന്റെ വാക്കുകളിൽ അൻവറിനോടുള്ള അമർഷം നിഴലിച്ചു. അത് അവസാന വാക്കാണ്. അത് എൻ്റെ വാക്കല്ല. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും തീരുമാനമാണ്. 2 വാചകങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. വൈകിട്ടായതോടെ മാധ്യമങ്ങളോടായി സതീശന്റെ രോഷപ്രകടനം. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. ഇതേ നിമിഷങ്ങളിൽ പ്രതികരിച്ച രമേശ് ചെന്നിത്തല അൻവറിനോട് പ്രകടിപ്പിച്ചത് അനുഭാവപൂർവമായ സമീപനം. ഒപ്പം എല്ലാം രമ്യമായി തീരുമെന്ന ശുഭാപ്തി വിശ്വാസവും. പ്രതിപക്ഷ നേതാവിൻ്റെയും എൻ്റെയും സ്വരം ഒന്ന് തന്നെയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി വൈകാതെ ശുഭകരമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെന്നിത്തലയെ പോലെ അൻവറിനോട് ചർച്ച നടത്തുന്ന K മുരളീധരനും പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കും. ഏതാനും വർഷങ്ങളായി അകത്തളങ്ങളിൽ അണകെട്ടി നിന്ന ഉൾപോരാണ് നേതാക്കളുടെ പരസ്യ പോരായി ഇപ്പോൾ പുറത്തുവരുന്നത്. അതും നിലമ്പൂരിലെ അഭിമാന പോരാട്ടം ആസന്നമായിരിക്കെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.